ബി.ജെ.പി നേതാവ് ശ്രീ ടി.പി. ജയചന്ദ്രൻ, ചെലവ് ഭീമമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതെന്ന് ബി.ജെ.പി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 2014 തൊട്ട് താങ്കളുടെ പാർട്ടിയും ഇപ്പോൾ കേന്ദ്ര സർക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 1957 ഏറ്റവും ദൈർഘ്യമേറിയ തെരഞ്ഞെടുപ്പിന് ശേഷം 49 ദിവസം കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയത് ഈ ഏറ്റവും അവസാനത്തെ തവണ. അത് സുരക്ഷാ ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ക്രമീകരണത്തിന് വേണ്ട സമയമൊക്കെ ആണെങ്കിൽ അതൊക്കെയാണ് കാരണമായിട്ട് പറഞ്ഞാലും രാജ്യത്തെ അവസ്ഥ 57 തുല്യമോ അല്ലെങ്കിൽ അതിൽ പിറകിലോ ഒക്കെ ആണെന്ന് ഏകദേശം സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഈ ചെലവ് കുറയ്ക്കുന്ന കാര്യത്തിൽ ഇതിനു മുമ്പുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും വളരെ കുറച്ച് സമയമെടുത്ത് നടത്തിയപ്പോൾ ഇപ്പോൾ അത് ഇത്രയും സമയമെടുത്ത് നടക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. അതായത് ചെലവ് കൂട്ടുന്നത് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ നയമോ പിടിപ്പുകേടോ ഒക്കെയാണ്. അതിന് ഇപ്പോഴുള്ള നിയമത്തെ പരിപൂർണമായിട്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് ഉടച്ചു വാർത്തുകൊണ്ട് പരിഹാരം ഉണ്ടാക്കും എന്ന് പറയുന്നതിൽ എന്തർത്ഥമുണ്ട്? എന്തുകൊണ്ടാണ് ഈ ഒറ്റ തെരഞ്ഞെടുപ്പ് ബി.ജെ.പി ആവശ്യപ്പെടുന്നത്? ഇത് ഒരു ദിവസം കിടന്നുറങ്ങി പിറ്റേന്ന് കാലത്ത് എഴുന്നേറ്റപ്പോൾ തോന്നിയ ഒരു ആശയമല്ല. ഈ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്താലും ബി.ജെ.പി വിരോധം വളർന്ന് രാജ്യവിരുദ്ധതയും ഇന്നലെ പറഞ്ഞ വാക്കുകളുടെ തിരസ്കാരവുമായി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ മകുട ഉദാഹരണമാണ് ഈ ചർച്ചയിൽ എന്റെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഫെഡറൽ സംവിധാനത്തെ തകർക്കുമെന്നാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നത്, സർ, 1952 ഇന്ത്യ രാജ്യത്ത് നിയമസഭകളിലേക്കും ലോകസഭയിലേക്കും ഒരേ ദിവസമായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ രാജ്യത്ത് നിന്ന് ഫെഡറലിസം തകർന്നു പോകും. 1957 ഇന്ത്യ രാജ്യത്ത് 2 തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ചായിരുന്നു. ഈ രാജ്യത്ത് ഫെഡറലിസം തകർന്നു പോയോ? കോൺഗ്രസ് തകർത്തുവോ? 1962 ഇന്ത്യ രാജ്യത്ത് ഒരേ സമയത്തായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ രാജ്യത്ത് ഫെഡറലിസം ഒഴിച്ചുപോയോ? 1967 ഈ രാജ്യത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരേ സമയത്തായിരുന്നു. ഈ രാജ്യത്ത് ഒരേ സമയത്തുള്ള തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 1967 മുതൽ സംസ്ഥാന ഗവൺമെന്റുകളുടെ നിങ്ങളുടെ ഇംഗിതത്തിനൊത്ത് താളം കൊള്ളാത്തവരെ പിരിച്ചുവിടുകയും ആ തരത്തിലുള്ള പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളുടെ താളം തെറ്റിയത്. നോക്കൂ, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തവും ശക്തവുമായി ഞങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മുമ്പാകെ വെച്ചു. ഈ രാജ്യത്തുണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ രാഷ്ട്രം മുഴുവൻ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നുണ്ട്. കേവലം സാമ്പത്തികം മാത്രമല്ല, മനുഷ്യാധ്വാനത്തിന്റെ കാര്യത്തിൽ, ജീവനക്കാരുടെ ഡിപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ, വോട്ടർ പട്ടിക പുതുക്കുന്ന കാര്യത്തിൽ, ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ വോട്ടർ പട്ടികയെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ രാജ്യത്തിന് ഇത് വലിയ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്, ഞങ്ങൾ ഈ രാജ്യത്ത് ജനങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഏതിന്റെ ഒപ്പമാണ്? എന്റെ സുഹൃത്ത് അറിയുമോ, 2019 2024 ബി.ജെ.പിയുടെ പ്രകടന പത്രിക വെച്ച് ഞങ്ങൾ ജനങ്ങളോട് ചോദിച്ചു, ഇതാണ് ബി.ജെ.പിയുടെ കാഴ്ചപ്പാട്, ഇത് ഞങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക. അതല്ല, ഇതൊന്നും വേണ്ടാത്ത കോൺഗ്രസ് ആണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്തോ. പക്ഷെ കഴിഞ്ഞ 3 തവണയായി കോൺഗ്രസിനെ ജനങ്ങൾ കാലത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചത്. ഞങ്ങളാണോ ഇതിന് ഉത്തരവാദികൾ? സർ, ഇനിയും നിങ്ങൾ അറിയണം, 1983 നിങ്ങൾ ഭരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശയിൽ, വാർഷിക ശുപാർശയിൽ ഈ തെരഞ്ഞെടുപ്പ് സൈമൾട്ടേനിയസ്ലി ഒരുമിച്ച് നടത്തണമെന്ന ശുപാർശ ഉണ്ടായിരുന്നു എന്നത് നിങ്ങൾക്ക് പാർലമെന്റ് രേഖകൾ പരിശോധിച്ചാൽ ലഭ്യമാവും. സർ, 1999 അന്ന് ബി.ജെ.പി അല്ല, ലോ കമ്മീഷന്റെ 170ാമത്തെ ശുപാർശയിൽ മെയ് 99 സമർപ്പിച്ചത്. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പുള്ള സാമ്പത്തിക നേട്ടങ്ങളെ കുറിച്ചും ഗവൺമെന്റ് സംവിധാന നേട്ടങ്ങളെ കുറിച്ചും അക്കമിട്ട് നിരത്തുന്നത് ഒരാവൃത്തി എന്റെ കോൺഗ്രസിന്റെ പ്രതിനിധി വായിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വായിട്ടലയ്ക്കുമോ? 2015 കോൺഗ്രസിന്റെ പ്രതിനിധി ഓർമ്മ ഞാൻ ചൂടിയുന്നു. 2015 മോദി അധികാരത്തിൽ വന്നു. ഇതിനെക്കുറിച്ച് ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഉണ്ടാക്കി. നിങ്ങൾക്കറിയുമോ? സോറി, പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അതിന്റെ ചെയർമാൻ എന്റെ കോൺഗ്രസിന്റെ പ്രതിനിധി ജോണിക്ക് അറിയാമോ ആരാണ് എന്ന്? കോൺഗ്രസിന്റെ നേതാവ് ഡോക്ടർ E.M. സുദർശനൻ നാച്ചിയപ്പൻ. ഞാൻ ആവർത്തിക്കാം, ഡോക്ടർ E.M. സുദർശനൻ നാപ്പിയർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലെ ജോയിന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. 2019 സർ കേൾക്കണം, നിങ്ങളുടെ മുന്നണിയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശരത് പവാർ, ഇന്ത്യ മുന്നണിയുടെ നേതാവ്, ഇത് നല്ല ആശയമാണെന്ന് പറഞ്ഞിട്ട് യൂണിയൻ പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ പ്രധാന ജോഷിക്ക് കത്തയച്ചത് സർ 2019 ജൂൺ മാസം 20-ാം തീയതി നിങ്ങളുടെ കൈവശമുണ്ട്. അപ്പൊ താങ്കൾ ഇപ്പൊ എത്തിയിരിക്കുന്നത് എവിടെയാണ്? മോഡിയുടെ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പറഞ്ഞു 2019 തെരഞ്ഞെടുപ്പ്
ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിൽ കൂടി പറഞ്ഞു. അത് മാത്രമല്ല 2023 ഒക്ടോബർ 25 ഹൈ ലെവൽ കമ്മിറ്റി ഉണ്ടാക്കി. തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, 47 രാഷ്ട്രീയ പാർട്ടികൾ, എക്സ്പേർട്ടുകൾ, ഗവേഷണ വിദ്യാർത്ഥികൾ, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, രാജ്യത്ത് താല്പര്യമുള്ള ആളുകൾ, വിവിധ അഭിപ്രായങ്ങളൊക്കെ കേട്ടു സർ. 47 32 രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു ഇതാണ് അഭികാമ്യം എന്ന് പറഞ്ഞു. ആ റിപ്പോർട്ടാണ് ഇപ്പൊ ലഭിച്ചിരിക്കുന്നത്. ഇനി ചില കണക്കുകൾ കൂടി ഞാൻ പറയട്ടെ സർ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,35,000 കോടി രൂപയാണത്രേ സർക്കാരിന് മാത്രം ചെലവ്. രാഷ്ട്രീയ പാർട്ടികളുടെ ചെലവ് അതിന്റെ 5-4 മടങ്ങോളം വരുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 1.35ന്റെ 4 ഇരട്ടിയോളം ഈ രാജ്യത്ത് ഏതാണ്ട് 5 ലക്ഷം കോടി രൂപയാണ് ഒരു തെരഞ്ഞെടുപ്പിന്, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാത്രമായിട്ട് ചെലവ്. നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് കൂടി എടുത്തിയാൽ ഒരുപക്ഷെ അതൊരു 10 ലക്ഷം കോടിക്ക് അപ്പുറത്തേക്ക് വരും. ഞാൻ എന്റെ ജോഷിയുടെ ശ്രദ്ധയിലിട്ടത് കേരളത്തിലെ വാർഷിക എക്സ്പെൻഡിച്ചർ എത്രയാണെന്നറിയോ? വെറും 1,60,000 കോടി രൂപ. നമുക്ക് ശമ്പളം, പെൻഷൻ, വികസനം, പലിശ, കൂടുതൽ കാര്യങ്ങൾ, ഇതെല്ലാം കൂടി ചെലവാക്കുന്നത് ഇങ്ങനെയാണ്. അല്ല ശ്രീ ടി പി ജയചന്ദ്രൻ, ഞാൻ ഒന്നിടപെട്ട് ചോദിച്ചോളട്ടെ. ഇപ്പോ ഈ ദീർഘമായ സമയമെടുത്ത് വിപുലമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കൊണ്ട് ചിലവ്, അതാണ് ഞാൻ തുടക്കത്തിൽ താങ്കളോട് ചോദിച്ചത്. അത് ആരുടെ കുറ്റമാണ്? 1957 അതിനേക്കാളും മോശമായ അവസ്ഥയിൽ ഇത്രയും ദൈർഘ്യം എടുക്കുന്നത് ആരുടെ കുറ്റമാണെന്ന് ചോദിച്ചു. ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. ജമ്മു കാശ്മീർ, ഹരിയാന നിയമസഭ തെരഞ്ഞെടുപ്പിനൊപ്പം മഹാരാഷ്ട്രയും ഝാർഖണ്ഡും കൂടി നടത്താവുന്നതായിരുന്നു. അത് കഴിഞ്ഞ തവണ മഹാരാഷ്ട്ര, ഹരിയാന തെരഞ്ഞെടുപ്പൊക്കെ ഒരുമിച്ച് നടന്നതാണ്. പക്ഷേ ഈ 4 സംസ്ഥാനങ്ങളിലും BJPയെ സംബന്ധിച്ചോളം വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വെല്ലുവിളിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഫോക്കസ് ചെയ്ത് നിൽക്കണം. അതിന്റെ ആ രാഷ്ട്രീയ വെല്ലുവിളികളെ വേറെ വേറെ അഡ്രസ്സ് ചെയ്തു പോകണം. അതുകൊണ്ട് 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിവിധ ഘട്ടങ്ങളിലാക്കി. അതല്ലേ അതിന്റെ രാഷ്ട്രീയ വിശദീകരണം? അപ്പൊ അവർണ പറയുന്നത് ഇതിനെ കൊണ്ട് ഇപ്പൊ നടക്കുന്നതിന് കൂടെ ദോഷമാണ്. അത് തിരുത്തണമെന്ന് തന്നെയല്ലേ നമ്മളൊക്കെ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടേതാണോ സ്വതന്ത്ര പദവിയാണോ എന്ന് എനിക്കറിയില്ല. നമ്മളൊക്കെ കേട്ടുപഠിച്ചത് മനസ്സിലാക്കിയതാണ്. ഇനി എന്തുകൊണ്ട് നീണ്ടുപോകും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് ഈ രാജ്യത്തുണ്ടാകുന്ന നഷ്ടത്തെ കുറിച്ച് തന്നെയാണെന്ന് നമ്മൾ പറയുന്നത്. ഇതൊക്കെ നിങ്ങളുടെ പ്രതീക്ഷയായിരുന്നില്ലേ? ഹരിയാനയിൽ രാവിലെ വോട്ടെണ്ണിയപ്പോൾ തുള്ളിക്കളിച്ച മാധ്യമ പ്രവർത്തകർ കേരളത്തിലുണ്ട്. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിൽ രാവിലെ തുള്ളിക്കളിച്ചവരുണ്ട്. ഒരു മണിക്കൂർ കഴിയുമ്പോൾ സംഗതിയൊക്കെ മാറി. BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അതിനൊന്നും വലിയ ആശങ്കയൊന്നും. ഇനി വാദത്തിന് വേണ്ടി അതാണെങ്കിൽ അത് അങ്ങനെയല്ല, നിങ്ങൾ ഒരു നിയമം അട്ടിമറിക്കാൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റം അട്ടിമറിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ നടത്തുന്നു, അത് തിരിച്ചടിക്കുന്നു, വലിയ തരത്തിലുള്ള ചെലവിലേക്ക് പോകുന്നു. അപ്പോൾ ഫെഡറലിസത്തെ തന്നെ തകർക്കുന്ന രീതിയിലേക്കുള്ള നിർദ്ദേശങ്ങളിലേക്ക് കടക്കുന്നു. നേരത്തെ 1967 കാര്യമാണ് പറഞ്ഞത്. 1967 എത്ര പാർട്ടികൾ ഉണ്ടായിരുന്നു? ഈ 2024 എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട്? എത്ര ഇരട്ടിയാണെന്ന് താങ്കൾക്കും അറിയാമല്ലോ. ആ കണക്കിന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. 21 നിന്ന് ഇപ്പോൾ നിൽക്കുന്നത് എത്ര രാഷ്ട്രീയ പാർട്ടികൾ, എത്ര നാഷണൽ പാർട്ടികൾ എന്നൊരു കണക്കിലേക്കാണ്. ആ വൈവിധ്യത്തെ കുറിച്ച് കൂടിയല്ലേ നേരത്തെ കോൺഗ്രസ് പാനലിസ്റ്റ് സംസാരിച്ചത്? അല്ല പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളെ ഉണ്ടാക്കി കൊടുക്കേണ്ടതും അവരെ നിലനിർത്തേണ്ടതും BJPയുടെ പണിയാണ്. ഈ രാജ്യത്തിലെ ജനങ്ങളുടെ പണിയാണ്. ഈ രാജ്യത്തിലെ ജനങ്ങൾ സാർ അത് സ്വീകരിക്കാമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ അവർ സ്വീകരിക്കും. ഇന്നലെ വരെ അത് കോൺഗ്രസ് ആയിരുന്നു. നമ്മളാരും ബഹളം ഉണ്ടാക്കിയില്ല ഇവിടെ വന്നിട്ട്. രാജ്യത്തിലെ കോൺഗ്രസിന്റെ ജനങ്ങളുടെ അഭിപ്രായം അവരെ അംഗീകരിച്ചു. ഇന്നത് BJPക്ക് ഒപ്പമാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഉപ്പുവെച്ച കരം പോലെ പുറകിൽ പോകുന്നത് BJPയുടെ ചുമതലയാണ് ഇവർ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കൂ. 2019 തെരഞ്ഞെടുപ്പ് ചെലവ് 60,000 കോടിയായി. കേൾക്കണം അമർന്ന. 2019 തെരഞ്ഞെടുപ്പ് ലോക്സഭ, ഞാൻ ഒറ്റ തെരഞ്ഞെടുപ്പിനെ അറിയാൻ പറഞ്ഞത്, അതിപ്പോ 1.35 ഏതാണ്ട് ഇരട്ടിയോളം. കേരളത്തിലെ മൊത്തം പ്രതിശീർഷ വരുമാനത്തിന്റെ ഏതാണ്ട് അധികം തുക. വീണ്ടും തീർന്നില്ല. രാജ്യത്തിന്റെ മൊത്തം വികസനത്തിന് 45 കോടിയാണ്. ഞാൻ ഒരു കാര്യം അവരോട് പറയും. പറഞ്ഞ BJP ഈ രാജ്യത്തെ ജനങ്ങളുടെ നികുതി കൊടുക്കുന്നത് ഈ രാജ്യത്തിലെ വികസനം നടക്കുന്നതിന് വേണ്ടിയാണ്. അത് ദുർവിനിയോഗം ചെയ്യാൻ, രാജ്യത്തിലെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തകരാറുണ്ടാക്കാൻ BJP ആഗ്രഹിക്കുന്നില്ല. അത് കുറെ കൂടെ വിനിയോഗിക്കപ്പെടണം. അതിന് പൊതുവായി ചർച്ച ചെയ്യണം. ആ പൊതുവായ ചർച്ചയ്ക്ക് ശേഷമാണ് BJP നിഗമനത്തിൽ എത്തുന്നത്. അത് നീണ്ട ഒരു പ്രോസസ്. അതായത് ഫെഡറലിസത്തെ തകർക്കൽ അങ്ങനെ ഒരു അജണ്ടയുടെ എവിടെയും വരുന്നില്ല. അങ്ങനെ ഒരു ചിന്ത പോലും ഇതെവിടെയും ഉന്നയിക്കപ്പെടുന്നേ ഇല്ല. ഞാൻ തിരികെ എത്താം ശ്രീ ടി പി ജയചന്ദ്രൻ.